എല്ലാവർക്കും നമസ്കാരം. ശനിമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ രാശിമാറ്റമല്ല. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ശനി മെയ് മാസം 17-ാം തീയതി മുതൽ മീനം രാശിയിൽ തന്നെ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുന്ന സമയമാണ്. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉത്രട്ടാതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി മെയ് 17 മുതൽ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ സഞ്ചരിക്കുകയാണ്. മെയ് 17 മുതൽ ഒക്ടോബർ 9 വരെ ഏകദേശം 6 മാസക്കാലത്തോളം ശനിയുടെ സഞ്ചാരം രേവതി നക്ഷത്രത്തിലാണ്. ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ സമയം ഒരു 5 രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനും ആയുർകാരകനുമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ശനി. ശനി നൽകുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാലങ്ങളോളം സ്ഥിരമായി നിലനിൽക്കുന്നതാണ്. ശനി നൽകുന്ന ഗുണഫലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വര യോഗം പോലും വന്നു ചേരുന്ന സമയമാണ്. ശനി ആയുരാരോഗ്യ സൗഖ്യം നൽകുന്ന ഗ്രഹമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മീനൻ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി ബുധൻ്റെ നക്ഷത്രമായ രേവതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള പൊതുവായ ഫലമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശനി മഹാദശ നിങ്ങളുടെ ജീവിതത്തിൽ ജാതകപ്രകാരം നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ധാരാളമായി ലഭിക്കുക തന്നെ ചെയ്യും. ജനന ജാതകപ്രകാരം നിങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പൊതുവെ ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ ഒരു 6 മാസ കാലഘട്ടം പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വന്തം ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഗ്രഹം നിങ്ങൾക്ക് അത്രമേൽ ബലഹീനനായി പാപഗ്രഹമായി നിൽക്കുന്ന ദശാകാലം നടക്കുന്ന സമയമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാതിരിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൃശ്ചികം രാശിയിലെ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും നേട്ടങ്ങളും വരാൻ പോകുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ശനി നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിലും തൊഴിൽ മേഖലയിലും നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന പണത്തിൻ്റെ പാഴ്ചെലവുകൾ വിട്ടുമാറി ശുഭകാര്യങ്ങളിലേക്ക് നയിക്കും. സ്വന്തം ആവശ്യത്തിനും കുടുംബത്തിൻ്റെ ആവശ്യത്തിനും വേണ്ട സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ചിലവുകൾ ധാരാളമായി വന്നു ചേരുമെങ്കിലും അതെല്ലാം ശുഭചെലവുകളായി മാറും. പലതരത്തിലുള്ള നന്മകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ലാഭം വന്നു ചേരും. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും ഈശ്വരാനുഗ്രഹവും നന്മയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നൊരു സമയം കൂടിയാണ്. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ശനി നിങ്ങൾക്ക് നൽകുന്ന സമയമാണിത്. സമാധാനം, സുഖം, മാനസിക സന്തോഷം ഇവ ലഭിക്കുന്ന സമയം കൂടിയാണ്. മാനസികമായി നിങ്ങളെ അലട്ടിയിരുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറി ഈ സമയത്ത് മനസ്സിന് സമാധാനം, സന്തോഷം, ആത്മവിശ്വാസം ഇതൊക്കെ ലഭിക്കും. ജീവിതത്തിൽ ഉയർച്ചയും മുന്നേറ്റവും ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ധൈര്യമായി ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം അത്രമേൽ ഈ രാശിയിലുള്ളവർക്ക് ഉണ്ടാകും. ഒരു 10% നിങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ പോലും 100% ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം വിട്ടുമാറി ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്വപ്നഗൃഹം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ്. വാഹനം, ഭൂമി, ഗൃഹം എന്നിവ വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് പോലും ഭാഗ്യാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരും. ഏതെങ്കിലും ശാരീരികമായിട്ടുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആയുരാരോഗ്യ സൗഖ്യം വന്നു ചേരും. അനാവശ്യമായ ചെലവുകളൊക്കെ വിട്ടുമാറി ജീവിതത്തിൽ ഒരു വെളിച്ചം ലഭിക്കുന്ന സമയമാണ് വൃശ്ചികം രാശിക്കാർക്കുള്ളത്.
ദാമ്പത്യപരമായിട്ടുള്ള കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ അവസാനിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാവാൻ ശനി നിങ്ങളെ സഹായിക്കും. ഈശ്വരാധീനം നിങ്ങൾക്ക് വലിയ തോതിൽ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികൾ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തും. കുട്ടികളാൽ നന്മകൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ്. പ്രധാനമായും വൃശ്ചികൻ രാശിക്കാരുടെ ജീവിതത്തിൽ അത്രമേൽ ഈശ്വരാധീനം ലഭിക്കുന്ന ഒരു സമയമാണ്. ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്ത നന്മകളുടെ ഫലം ശനീശ്വരൻ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന കാലഘട്ടമാണ് ഇത്. വൃശ്ചികം രാശിക്കാർക്ക് ശനി നൽകുന്ന ഈ ഗുണഫലങ്ങൾ എല്ലാം തന്നെ ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവിക്കുന്ന ഗുണഫലങ്ങളെല്ലാം അനുഭവിച്ച് ജീവിതത്തിൽ ഉയർച്ചയും സമ്പന്നതയും ഐശ്വര്യവും ലഭിച്ച് ഉന്നതയിലെത്താൻ വേദിക് സീക്രട്സിൻ്റെ പ്രാർത്ഥന കൂടി ഉണ്ടാകും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.